അസ്സലാമലൈക്കും. നമ്മുടെ മക്കൾക്കെല്ലാം പരീക്ഷ അടുത്തിരിക്കുകയാണല്ലോ. നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. പരീക്ഷ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും ഉത്തമമായ വിജയം അള്ളാഹു നൽകട്ടെ. ആമീൻ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഉപകരിക്കുന്ന എക്സാം ടിപ്സാണ് പറയുന്നത്. വലിയ കുട്ടികൾ സ്വയം ചെയ്യുകയോ ചെറിയ കുട്ടികൾക്ക് രക്ഷിതാവ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. പരീക്ഷ കഴിയുന്നതുവരെ, പ്രത്യേകിച്ച് എക്സാമിന് പോകുമ്പോഴും ഈ ഒരു കാര്യം ചെയ്യുക. തീർച്ചയായും നല്ല ഓർമ്മശക്തിയോടെ, നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. നല്ല മാർക്കോടെ എക്സാം വിജയിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. കുട്ടികൾ ചെയ്യേണ്ടത് ഇതാണ്: പരീക്ഷ കഴിയും വരെ സുബഹി നിസ്കാര ശേഷം, അതുപോലെ മഗ്‌രിബ് നിസ്കാര ശേഷവും നമ്മുടെ വലത് കൈ ഇടത് ഭാഗത്ത് വെക്കുക. ശേഷം ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്ത് ഇൻഷിറാഹ് അഥവാ അലം നശ്റഹ്. അലം നശ്റഹ് സൂറത്ത് 7 തവണ ഓതുക. ഓതിക്കഴിഞ്ഞ ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് ഓതി മന്ത്രിക്കുക. ഇതുപോലെ മഗ്‌രിബ് നിസ്കാര ശേഷവും 7 തവണ ഓതുക. പരീക്ഷ കഴിയും വരെ കുട്ടികൾ ചെയ്യുക. വലിയ അശുദ്ധിയുള്ള പെൺകുട്ടികൾ ദിക്ർ എന്ന നിലയ്ക്ക് ഈ സൂറത്ത് ഓതുക. ചെറിയ കുട്ടികൾക്ക് ഓതാൻ അറിയാത്ത കുട്ടികൾക്ക് രക്ഷിതാക്കളോ വീട്ടിൽ ഓതാൻ അറിയുന്ന മറ്റാരെങ്കിലോ ഇത് ചെയ്തു കൊടുക്കുക. അതായത് അതിരാവിലെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് 7 തവണ ഓതി മന്ത്രിച്ച് വെറും വയറ്റിൽ കുട്ടികൾക്ക് കൊടുക്കുക. നിങ്ങളുടെ സൗകര്യമനുസരിച്ച് രാത്രി മന്ത്രിച്ച് വെച്ചിട്ട് അതിരാവിലെ കൊടുക്കുക. പരീക്ഷ കഴിയും വരെ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുക. ഒരു നേരം മാത്രം കൊടുത്താൽ മതി. അശുദ്ധി സമയം ഉമ്മമാർ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വന്നാൽ കുട്ടികൾ പഠിച്ചത് ഒരിക്കലും മറന്നു പോകില്ല. പരീക്ഷയെല്ലാം എളുപ്പമാകും ഇൻഷാ അല്ലാഹ്. നല്ല വിജയം, നല്ല മാർക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.